IPL സീസൺ ആവേശകരമായി മുന്നേറുമ്പോഴും ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാമ്പിൽ നിന്നും ആരാധകർക്കത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് പുറത്തുവരുന്നത്. ടീമിന്റെ മുൻ നായകനും ഇതിഹാസ താരവുമായ MS ധോണി കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ. ഒരു കംബാക്ക് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന CSK ആരാധകർക്ക് ധോണി കളിക്കളത്തിലേക്ക് എത്താൻ വൈകുമെന്ന വാർത്ത വലിയ നിരാശയാണ് നൽകുന്നത്. ടീം വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ പ്രകാരം താരം പൂർണ്ണ കായികക്ഷമത കൈവരിച്ചിട്ടില്ല. ധോണിയുടെ തിരിച്ചുവരവിന് തടസ്സമാകുന്നത് അദ്ദേഹത്തിന്റെ കാലിനേറ്റ പരിക്കാണ്. പരിക്കിൽ നിന്ന് മുക്തനാകാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയമെടുക്കുമെന്നാണ് നിലവിലത്തെ വിലയിരുത്തൽ. ചെപ്പോക്കിൽ വെച്ച് നടന്ന ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിലും ധോണി ടീമിൽ ഇടം പിടിച്ചിരുന്നു. താരം കളിക്കുമെന്ന് ആരാധകർ ഏറെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പ്ലേയിങ് 11-ൽ ഉൾപ്പെട്ടിരുന്നില്ല. ധോണിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് CSK മുഖ്യ പരിശീലകൻ സ്റ്റീഫൻ ഫ്ലെമിംഗ് പ്രതികരിച്ചിട്ടുണ്ട്. പരിക്ക് ഭേദമായി വരുന്നേ ഉള്ളെന്നും ധോണി പൂർണ്ണസജ്ജനാകാൻ സമയമെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ധോണിയുടെ തിരിച്ചുവരവ് വൈകുന്നതിൽ ആരാധകർ നിരാശരാണെങ്കിലും താരത്തിന്റെ കായികക്ഷമതയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് ചെന്നൈ മാനേജ്മെന്റിന്റെ തീരുമാനം. ധോണിയുടെ പരിക്ക് നിസ്സാരമല്ലെന്ന് സ്റ്റീഫൻ ഫ്ലെമിംഗ് വ്യക്തമാക്കി. ധോണിയുടെ കാലിനേറ്റ പരിക്ക് അല്പം സങ്കീർണമാണെന്നും അത് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഫ്ലെമിംഗ് പറഞ്ഞു. പ്രായവും ശാരീരികമായ ആയാസവും കണക്കിലെടുക്കുമ്പോൾ പൂർണ്ണമായി സുഖം പ്രാപിക്കാൻ സമയമെടുക്കും. നിലവിൽ താരം സുഖം പ്രാപിച്ച് വരികയാണ്. കാലിന്റെ പൂർണ്ണമായ ചലനശേഷി വീണ്ടെടുക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് അദ്ദേഹം. ഫിസിയോമാരുടെ പ്രത്യേകം നിരീക്ഷണത്തിലാണ് ധോണി ഇപ്പോൾ ഉള്ളത്. പരിക്ക് പൂർണ്ണമായും മാറുന്നതിന് മുമ്പ് കളിക്കളത്തിൽ ഇറങ്ങുന്നത് സീസൺ തന്നെ നഷ്ടമാകാൻ ഇടയാക്കിയേക്കാം. അതിനാൽ ധോണിയുടെ കാര്യത്തിൽ തിടുക്കം കൂട്ടി വലിയ റിസ്ക് എടുക്കാൻ ടീം തയ്യാറല്ല. നെറ്റ്സിൽ പരീക്ഷണം നടത്തുന്നുണ്ടെങ്കിലും ഒരു IPL മത്സരത്തിന്റെ സമ്മർദ്ദം താങ്ങാനുള്ള മാച്ച് ഫിറ്റ്നസ് താരം കൈവരിച്ചിട്ടില്ല. വരും ദിവസങ്ങളിലെ ഫിറ്റ്നസ് ടെസ്റ്റുകൾ തിരിച്ചുവരവിൽ നിർണായകമാകും. ഓരോ IPL സീസണും MS ധോണിയുടെ അവസാന സീസൺ ആയിരിക്കുമോ എന്ന ആശങ്ക ആരാധകർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കളത്തിലിറങ്ങുന്ന ഓരോ നിമിഷവും അവർക്ക് വിലപ്പെട്ടതാണ്. എന്നാൽ ഈ സീസണിൽ ആ കാത്തിരിപ്പ് അല്പം നീളുകയാണ്. മുംബൈ ഇന്ത്യൻസിനെതിരായ എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ ധോണി വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇറങ്ങുമെന്ന് ആരാധകർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ അവിടെയും താരം കളിക്കളത്തിന് പുറത്തായിരുന്നു. പിന്നീട് സ്വന്തം തട്ടകമായ ചെപ്പോക്കിൽ ഗുജറാത്തിനെതിരെ തിരിച്ചു വരുമെന്ന് കരുതിയെങ്കിലും അതും സംഭവിച്ചില്ല. മാർച്ച് മാസം മുതൽ തന്നെ ധോണി ചെന്നൈ ടീമിനൊപ്പം ചേർന്ന് നെറ്റ്സിൽ ബാറ്റിംഗ് പരിശീലനം നടത്തുന്നുണ്ട്. ഹെലികോപ്റ്റർ ഷോട്ടുകൾ പായിക്കുന്ന ധോണിയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ടെങ്കിലും മാച്ച് ഫിറ്റ്നസ്സിലേക്ക് അദ്ദേഹം ഇനിയും എത്തിയിട്ടില്ല. സീസണിൽ ഇതിനകം 8 മത്സരങ്ങൾ CSK പൂർത്തിയാക്കി. നിർണായകരമായ പല പോരാട്ടങ്ങളിലും ധോണിയുടെ അഭാവം ടീമിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. മുൻ നായകന്റെ സാന്നിധ്യം ഗ്രൗണ്ടിൽ ഉണ്ടാകുന്നത് ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അടുത്ത ഏതാനും മത്സരങ്ങളിൽ കൂടി ധോണി കളിക്കാൻ സാധ്യതയില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. മെയ് 2-ന് മുംബൈ ഇന്ത്യൻസിനെതിരെ ചെപ്പോക്കിൽ വെച്ച് നടക്കുന്ന മത്സരത്തിലും താരം മടങ്ങിയെത്തുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ആരാധകർ. ബാറ്റുമേന്തി ക്രീസിലിറങ്ങാൻ വൈകുന്നുണ്ടെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സ് സംഘത്തിനൊപ്പം MS ധോണിയും സജീവമായിട്ടുണ്ട്. ടീമിലെ യുവതാരങ്ങളെ വളർത്തിയെടുക്കുന്നതിലും അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിലും അദ്ദേഹം വലിയ പങ്ക് വഹിക്കുന്നു. ടീമിലെ പുതിയതും കഴിവുള്ളതുമായ യുവതാരങ്ങളെ കണ്ടെത്തി അവരെ മത്സരസജ്ജമാക്കുന്നതിൽ ധോണി പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്. നെറ്റ്സിലെ അവരുടെ പ്രകടനം നേരിട്ട് വിലയിരുത്തുകയും പിഴവുകൾ തിരുത്തി നൽകുകയും ചെയ്യുന്നുണ്ട്. മാച്ച് ഫിറ്റ്നസ്സിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും താരം നെറ്റ്സിൽ പരിശീലനത്തിന് കൃത്യമായി എത്തുന്നുണ്ട്. സഹതാരങ്ങളുടെ ബാറ്റിംഗും ബൗളിംഗും നിരീക്ഷിക്കുന്ന ധോണി മത്സര തന്ത്രങ്ങളെക്കുറിച്ച് നായകൻ ഋതുരാജ് ഗെയ്ക്വാദിനും മറ്റു ബൗളർമാർക്കും നിർദ്ദേശങ്ങൾ നൽകുന്നു. സീസണിൽ ഇതുവരെ 8 മത്സരങ്ങളിൽ പിന്നിട്ട ചെന്നൈക്ക് 3 വിജയങ്ങൾ മാത്രമാണ് നേടാനായത്. 5 തോൽവികളുമായി 6 പോയിന്റോടെ പട്ടികയിൽ 6-ാം സ്ഥാനത്താണ് ടീം. ടൂർണമെന്റിൽ തിരിച്ചുവരാൻ വരും മത്സരങ്ങൾ ടീമിന് അതീവ നിർണായകരമാണ്. ധോണിയും ടീം ഫിസിയോയും താരത്തിന്റെ കംബാക്കിനായി തീവ്രമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് പരിശീലകൻ സ്റ്റീഫൻ ഫ്ലെമിംഗ് പറഞ്ഞു. മെയ് 2-ന് മുംബൈ ഇന്ത്യൻസിനെതിരെ ചെപ്പോക്കിൽ വെച്ച് നടന്ന അടുത്ത മത്സരത്തിൽ ധോണിയുടെ സാന്നിധ്യം ടീമിന് വലിയ ഊർജ്ജം നൽകുമെന്ന് കരുതുന്നു. MS ധോണി എന്ന ഇതിഹാസത്തെ വീണ്ടും ക്രീസിൽ കാണുക എന്നത് കേവലം ചെന്നൈ ആരാധകരുടെ മാത്രമല്ല ക്രിക്കറ്റ് പ്രേമികളുടെ ഒന്നടങ്കം ആഗ്രഹമാണ്. പരിക്കിന്റെ വെല്ലുവിളികൾ അതിജീവിച്ച് അദ്ദേഹം എത്രയും വേഗം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് കായിക ലോകം.